പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് സുഹൃത്തുക്കളെ, നമ്മുടെ അസോസിയേഷൻ എഞ്ചിനീയേഴ്സ് ഓഫ് കേരള പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് എഞ്ചിനീയർ സുശീൽ എന്നോട് ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം, അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഷയം. എന്റെ സർവീസിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ ചെയ്ത ഒരു വിഷയമാണ് ഈ സർക്കാരിന്റെ പുറംപോക്കുകൾ സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ സർക്കാരിന്റെ പുറംപോക്കുകൾ സംരക്ഷിക്കുന്ന രീതി അത് അന്ന് തുടങ്ങി വെച്ചെങ്കിലും ഞാൻ കുറെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും എല്ലാം ചെയ്തു. ഇപ്പോഴും ഇതിപ്പോ കാലിക പ്രാധാന്യം എന്ന് പറയാൻ കാര്യം, എല്ലാ കോർപ്പറേഷനും, എല്ലാ മുനിസിപ്പാലിറ്റികളും, എല്ലാ പഞ്ചായത്തുകളും സ്ട്രീറ്റിലിരിക്കുന്ന എല്ലാ കടകളും ഒഴിപ്പിക്കുന്ന പത്രങ്ങൾ എല്ലാ ദിവസവും കാണാം, ടിവിയിൽ കാണാം. അപ്പൊ അതിനൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്ഥലങ്ങള്, പുറംപോക്ക് സ്ഥലങ്ങൾ നമ്മൾ വീണ്ടെടുക്കുക. ജലസേന വകുപ്പിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ജലസേന വകുപ്പിന്റെ എല്ലാ സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതെല്ലാം ഓരോരുത്തരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നൊരു 10-76 കയ്യേറ്റങ്ങൾ ഞാൻ പൊളിച്ചു കളഞ്ഞു. അപ്പം കൊല്ലത്ത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു, ഞാൻ ഒരു കയ്യേറ്റത്തിന് ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. പക്ഷെ അതിന് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ കൊല്ലം ജില്ലാ കളക്ടർ ഓഫീസിലെ ഒരു സുഭാഷ് എന്ന് പറഞ്ഞ ഒരു ക്ലർക്കാണ് എനിക്ക് അത് പറഞ്ഞു തന്നത്. ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ എന്നിവർക്ക് ലാൻഡ് കൺസർവൻസി ആക്ട് 1958 പ്രകാരം ജില്ലാ കളക്ടർ അധികാരം ഒരു നോട്ടിഫിക്കേഷനിലൂടെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് വിവരം എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് പ്രകാരം വിവിധ നോട്ടീസുകൾ നമ്മൾ സർവേ ചെയ്യണം. അപ്പൊ അതിന് ഫോം എ, ഫോം ബി, ഫോം സി, ഫോം ഡി, അങ്ങനെ കുറെ നോട്ടീസുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പിന്നീട് അപ്പീൽ കൊടുക്കുകയും നമ്മൾ അതിനകത്ത് വിജയിക്കുകയും ചെയ്തു. അപ്പം ഇതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് ഞാൻ കേരള ഇറിഗേഷൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കേരളയിൽ ഞാൻ 2 പ്രാവശ്യം ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ മുന്നോടിയായിട്ട് ഒരു ആമുഖം എന്ന നിലയിൽ മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിന് വിശദമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ ചെയ്യാനും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുന്നു.